പാടില്ല. നാളെ ഉമ്മാനെ കുടുംബത്തിൽ വേറെ മക്കളത്തിനെ പോലെ കുട്ടി വെച്ചാൽ ഉമ്മ കുട്ടെന്നാണ് കുട്ടിനെ വിളിക്കുക. അപ്പൊ അത് ഉമ്മ പറഞ്ഞത് വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് നല്ല വിഷമം. സുഹൃത്തുക്കളെ, ഇത് ജാസി കുണ്ടൻ എന്നുള്ള ഒരു വാക്കൊരു വലിയ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ജാസി എന്ന് പറയുന്നത് കുറ്റപ്പുറത്തുകാരനാണ്, ട്രാൻസ്ജെൻഡർ ആണ്. എന്നാൽ ട്രാൻസ്ജെൻഡർ യുവതി ആയിട്ടില്ല. എന്നാൽ ട്രാൻസ്ജെൻഡർ യുവതിരെ പോലൊക്കെ അത്തരത്തിലുള്ള വസ്ത്രമൊക്കെ അണിഞ്ഞിട്ടാണ് അവർക്ക് നടക്കാൻ ഇഷ്ടം. ആയിക്കോട്ടെ, അത് പ്രശ്നങ്ങളുടെ കാര്യമൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ ഇവരെക്കുറിച്ച് വലിയ ചർച്ച നടക്കാറുണ്ട്. ചർച്ച എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നതാണ്. ഒപ്പം തന്നെ ആഷി എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം പാലക്കാട്ടുകാരെന്ന് പറയുന്നു, പാലക്കാട്ടുകാരനായിട്ടുള്ള ആഷി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഇവൻ്റെ ഒപ്പം താമസിക്കുന്നുണ്ട്. ഇവൻ ഒരു കാലഘട്ടത്തിൽ ഈ നമ്മുടെ ടിക്ടോക്കുള്ള സമയത്തൊക്കെ താടിക്ക് വെച്ചിട്ട് ഒരല്പം സ്ത്രൈണഭാവത്തോട് കൂടിയിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. കുറ്റിപ്പുറത്തെ ആളുകൾ മുഴുവൻ ഇവനെ കുണ്ടൻ എന്നുള്ളൊരു പേരോട് കൂടിയിട്ട് വിളിക്കുന്നത്. ഇവൻ സ്നേഹിക്കുന്നു പറയുന്ന, ഇവൻ ഒരുമിച്ച് ജീവിക്കുന്ന, ഗൾഫിൽ ഒരുമിച്ച് ജീവിക്കുന്ന ആ ആഷി എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ്റെ ഉമ്മയടക്കം ഇവനെ കുണ്ടൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇവൻ ആണും പെണ്ണും കെട്ടവനല്ലേ എന്നൊക്കെയാണ് പലപ്പോഴും വിളിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ഇഷ്യൂ ഇവൻ പറയുന്ന കള്ളത്തരങ്ങളെ പൊളിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് മാത്രമായിട്ട് ഒരു ചെറുപ്പക്കാരൻ തൊട്ടപ്പുറത്തുണ്ട്, അവൻ്റെ പേര് മറന്നുപോയി, റിയാസോ സംതിങ് ലൈക്ക് ഒരു ചെറുപ്പക്കാരൻ കൂടി ഉണ്ട്. ഇവൻ്റെ നുണകളൊക്കെ പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്തായാലും ഇവൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വലിയൊരു ആരോപണം നമ്മുടെ ആഷിയുടെ ഉമ്മ, ആഷിഖ് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെ, ഇവൻ ഒരുമിച്ച് ജീവിക്കുന്നു, ആഷിഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഉമ്മ ഇവനെ കുണ്ടൻ എന്ന് വിളിച്ചു എന്നുള്ളതാണ്. ആഷിഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഉമ്മ കുണ്ടെന്ന് വിളിക്കുക മാത്രമല്ല, തൻ്റെ മകനെ തരണം, അവന് നിന്നോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഉമ്മ പറയുന്നത്. അപ്പോഴാണ് ഞാൻ ചുമ്മാ ഗൂഗിളൊക്കെ നോക്കിയിട്ട് കുണ്ടൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തപ്പി പിടിക്കാൻ നോക്കിയത്. നമ്മുടെ ഓളം എന്ന് പറയുന്ന ഒരു മലയാളം ഡിക്ഷണറി നമ്മുടെ നെറ്റിൽ നമുക്ക് കിട്ടും. അതിൽ കുണ്ടൻ എന്നുള്ളതിന് അടിമ അല്ലെങ്കിൽ ഒരു പുരുഷനാമം എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരു ആണല്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ കുണ്ട എന്നുള്ള വാക്ക് ഇതിൽ ഉപയോഗിക്കുന്നത്. ഒപ്പം തന്നെ വേറെയും കുറെ അർത്ഥങ്ങളുണ്ട്. ആഴമുള്ള, താഴ്ചയുള്ള, കുഴിഞ്ഞ, കുടുവനായുള്ള, കുണ്ടുള്ള, എങ്ങനെയൊക്കെ പല വാക്കുകളുണ്ട്. കുണ്ടൻ അഴി എന്ന് പറയുന്ന വാക്കുകളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഒപ്പം തന്നെ ദുർബലനും സമർത്ഥനുമായ പണിക്കാരൻ എന്നുള്ളൊരു മീന് കൂടി ഇതിനുണ്ട്. കുണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർബലനും സമർത്ഥനുമായ പണിക്കാരൻ എന്നുണ്ട്. മുടന്തൻ, അംഗമംഗമുള്ളവൻ എന്നുള്ളൊരു പേര് കൂടി ഇതിനുണ്ട്. കുറവൻ സ്ത്രീ, കുണ്ടത്തി, കുണ്ടോത്തി, കുണ്ടക്കുറവൻ, കുറവരിൽ ഒരു പ്രത്യേക വർഗം, പുലരിയിൽ ഒരു പ്രത്യേക വിഭാഗം, കുട്ടി, ചെറുക്കൻ എന്നീ അർത്ഥത്തിലൊക്കെ കുണ്ട എന്നുള്ളൊരു വാക്കുണ്ട്. പക്ഷേ നമ്മുടെ മലപ്പുറത്ത്, ഒപ്പം തന്നെ കോഴിക്കോട് ഭാഗങ്ങളിൽ ഈ കുണ്ട എന്നുള്ള വാക്കിന് ഉള്ളൊരു അർത്ഥം ഇതൊന്നുമല്ല കേട്ടോ. കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണും തമ്മിലുള്ള ലൈംഗിക ബന്ധം ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ആണും തമ്മിലുള്ള ലൈംഗിക ബന്ധവും ആ ഒരു ജീവിതവും ഇഷ്ടപ്പെടുന്ന ആളുകളെ, അല്ലെങ്കിൽ ഒരേ സമയം സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഒരു വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ഒപ്പം തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആണുങ്ങളെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കപ്പെടാൻ പോയി നിൽക്കുന്ന, മനഃപൂർവ്വം തന്നെ അതിനു വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ആളുകളൊക്കെ കുണ്ടൻ എന്നൊരു വാക്ക് നമ്മുടെ മലപ്പുറത്തും ഒപ്പം തന്നെ കോഴിക്കോട് ഭാഗങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് ചില പ്രത്യേക പ്രദേശത്തെ ആളുകൾക്ക് മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനതങ്ങനെ അങ്ങനെ കൂടുതലായിട്ട് വിശദീകരിച്ച് പറഞ്ഞു കേട്ടോ. ഞാൻ അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞതിൽ വലിയ വിഷമം തോന്നണ്ട. ഒപ്പം തന്നെ രണ്ടാമതായിട്ട് ഈ വീഡിയോ അവസാനിക്കുന്നില്ല. ഇവര് കുറ്റിപ്പുറത്തുനിന്ന് എങ്ങോട്ടോ ട്രെയിൻ കയറുന്ന സമയത്താണ് ഈ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത്. കുറ്റിപ്പുറത്ത് ഈ ജാസി എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരനോട് ഒരു പർദ്ദൊക്കെ ഇട്ടിട്ടാണ് ഇവർ നിൽക്കുന്നത്. ജാസി എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരനോട് നീലക്കുയിലാണ് ഈ ഒരു ഇന്റർവ്യൂക്ക് എടുത്തത്. ഈ നീലക്കുയിലിന്റെ ആൾക്കാരെല്ലായിടത്തും ഉണ്ട് എന്നാ തോന്നുന്നത്. എന്താ നീലക്കുയിലിന്റെ ആള് ഇന്റർവ്യൂ എടുക്കാൻ സമയത്ത് അവർ പറയുന്നുണ്ട്, ജനിച്ച വർഷങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു വെക്കണേ. പലപ്പോഴും ജാസിക്ക് സംഭവിക്കുന്ന തെറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു നിമിഷത്തിൽ പറഞ്ഞ കാര്യം തൊട്ടടുത്ത സെക്കൻഡിൽ ഇവർ മറന്നു പോകുന്നതാണ്. ഇപ്പോൾ ഞാൻ 1995 ജനിച്ചെന്ന് പറയും, തെളിവ് വേണമെങ്കിൽ ഇതാ എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് എടുത്ത് കാണിക്കും. ആ കാർഡ് എടുത്ത് കാണിക്കുന്ന സമയത്ത് അപ്പം തന്നെ അതിൽ 1993 എന്ന് കാണും. എന്നിട്ട് അപ്പം പറയും, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജനിച്ചത് 1993 പിന്നെ എന്തിനാണ് എനിക്ക് വയസ്സ് കൂടുതലാണെന്ന് ആ ഉമ്മ പറയുന്നത്. നോക്കൂ, അതിൻ്റെ ഒരു സെക്കൻഡ് മുമ്പ് 1995 ഞാൻ ജനിച്ചെന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷെ കാർഡ് എടുത്ത് കാണിക്കുമ്പോൾ അതിൽ 19/1
1993 കാണുന്നത്. അപ്പൊ എങ്ങനെ നോക്കിയാലും ഇവർക്ക് ഒരു 32 വയസ്സുണ്ട്. 28 ഇങ്ങോട്ട് വയസ്സേ ആ മറ്റേ ചെറുപ്പക്കാരൊപ്പം താമസിക്കുന്ന ആഷി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനായിട്ടുള്ളൂ. ഇങ്ങനെ പല വിഷയങ്ങളും നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വലിയ വിഷയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിഷയമല്ല. ഇവർ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നതുകൊണ്ട് മാത്രം ഇവരൊക്കെ എടുത്തിട്ട് നമ്മൾ വീഡിയോ ആക്കുന്നു അല്ലെങ്കിൽ കോണ്ടന്റ് ആക്കുന്നു എന്ന് മാത്രം. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. എന്തായാലും ഇവർ പറയുന്നു കേൾക്കാം. ഉമ്മ പറഞ്ഞ എനിക്ക് 36 വയസ്സായതാണ്. എനിക്ക് 36, എനിക്ക് 31 വയസ്സ്. ഞാൻ 1995 ജനിച്ചതാണ്. എന്റെ കണ്ടില്ലേ, ഇവർ പറയുന്ന 1995 ജനിച്ചതെന്ന് പറഞ്ഞിട്ട് വളരെ കഷ്ടപ്പെട്ട് ആ പാവ സ്ത്രീ, അങ്ങനെ പറയാൻ പറ്റില്ല, ആ പാവം പുരുഷൻ, സ്ത്രീവേഷം ധരിച്ച ആ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആ ഒരു പുരുഷൻ, അവർ ഇതുവരെ അവയവമൊന്നും മാറ്റിയിട്ട് സ്ത്രീ ആയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ സ്ത്രീ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തൊക്കെയായാലും സ്ത്രീവേഷം ധരിച്ച ആ ഒരു പുരുഷൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ 1995 ജനിച്ചതെന്നുള്ളതാണ്. എന്തായാലും ബാക്കി കേൾക്കാം. കൂടെ പഠിച്ച കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് മനസ്സിലാവും ഞാൻ എത്ര വയസ്സ് ജനിച്ചാൽ ഐ ഡി കാർഡ് എടുക്കണേ. അങ്ങനെ ഒരല്പം നേരത്തെ തപ്പലിന് ശേഷം ഇവര് വളരെ കഷ്ടപ്പെട്ട് ഒരു ചെറിയ ഇതെടുക്കുന്നു, ഒരു പാക്ക് എടുക്കുന്നു. ഈ ട്രെയിനിൽ നിന്നൊക്കെ 10-20 30 വിൽക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് സംശയം തോന്നുന്നുണ്ട്. എന്തായാലും അതെടുക്കുന്നു. അതിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് ഇവരുടെ ഐ ഡി കാർഡ് എടുക്കുന്നുണ്ട്. ഈ ഐ ഡി കാർഡ് എടുത്ത് ഇത് 1993 അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഒരു ഐ ഡി കാർഡാണ്. സ്വാഭാവികമായിട്ടും ആ ഐ ഡി കാർഡിൽ ജാസി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീവേഷം ധരിച്ച അല്ലെങ്കിൽ താടിയും മീശയൊക്കെ ക്ലീൻ ഷേവ് ചെയ്ത ഇദ്ദേഹത്തിന്റെ മുഖമല്ല കാണാൻ കഴിയുന്നത്. ജാസി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുഖമാണ് കാണാൻ കഴിയുന്നത്. വളരെ കഷ്ടപ്പെട്ട്, അങ്ങനെ തന്നെ പറയട്ടെ, പാവം, എനിക്ക് കണ്ടപ്പോൾ പാവം തോന്നിപ്പോയി. വളരെ കഷ്ടപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടി ആ ഒരു ഫോട്ടോ, തൻ്റെ ആ ഒരു ഫോട്ടോ മറച്ചു പിടിക്കാനുള്ള ശ്രമം അവർ നടത്തേണ്ടപ്പോൾ ഒരല്പം സങ്കടം തോന്നിപ്പോയി എന്ന് പറയേണ്ടി വരും. നോക്കൂ, അവർ മെല്ലെ എടുക്കുന്നു. ഇനി എടുത്തിട്ട് നമുക്കത് കാണിച്ചു തരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെയാണ് അവർ കുടുങ്ങിപ്പോയത്. അവർ പറഞ്ഞത് 1995 എന്നാണ്. പക്ഷേ അവർ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലായത് 95 അല്ല, 93. അപ്പം 32 വയസ്സായി. അങ്ങനെ തന്നെ അല്ലേ, 32 വയസ്സ്. ചിലപ്പോൾ മാസങ്ങൾ കൂടുമ്പോൾ ഇവർക്ക് 33 വയസ്സായി. ഇത് തന്നെയാണ് ആരും പറഞ്ഞിട്ടുള്ളൂ, ആഷിയുടെ ഉമ്മയും പറഞ്ഞിട്ടുള്ളൂ. 32-33 വയസ്സ് മിനിമം ആയിട്ടുണ്ട് ഈ ഒരു ആണിന് എന്നാണ്, കുണ്ടന് എന്നാണ് നമ്മുടെ ആഷിയുടെ ഉമ്മ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇവർ അല്പം നേരം നോക്കി നിന്ന് തൻ്റെ ആ ഒരു ആണിൻ്റെ മുഖമുള്ള താടി വെച്ച ആ ഒരു ഫോട്ടോ മറച്ചു പിടിക്കുന്ന ഒരു സങ്കടകരമായൊരു ദൃശ്യമാണ് ഇനി അടുത്ത് കാണാൻ പോകുന്നത് കേട്ടോ. മനക്കട്ടിയുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞൊരു ഭാഗമായിട്ട് കണ്ടിട്ട് വലിയ വിഷമത്തിലേക്ക് നിങ്ങൾ ആരും എത്തണ്ട എന്നുള്ളതുകൊണ്ടാണ്. ഇത് എന്റെ ലൈസൻസിന്റെ ഇതാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിലിതാ കാണുന്നുണ്ടോ, 19/1/1993. കണ്ടില്ലേ, 19/1/1993 എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അത് വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരാ മറച്ചു പിടിക്കുന്ന ഒരു ദൃശ്യം ഉണ്ടല്ലോ. ഇറ്റ്സ് ടു പാത്തറ്റിക്. സങ്കടം വന്നു പോകുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും അവർ പറയുന്നത് 1993. 1993 മൈനസ് 2025 അല്ലേ, 2025 കൊടുക്കുമ്പോൾ എങ്ങനെ പോയാലും 32 വയസ്സായി. അപ്പൊ അത് മാസങ്ങളൊക്കെ വെച്ച് കൂട്ടുമ്പോൾ സമയത്ത് ഇപ്പോൾ ഏകദേശം 33 വയസ്സായി നമ്മുടെ ജാസി എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരന്. ഈ ചെറുപ്പക്കാരാണ് 28ഓളം വയസ്സുള്ള ഒരു മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം ഗൾഫിലെങ്ങാണ്ടൊക്കെ ജീവിക്കുന്നത്, വേറെ എവിടെയൊക്കെ താമസിക്കുന്നത്. എന്തായാലും ആ ഒരു ചെറുപ്പക്കാരൻ്റെ ഉമ്മ ഈ ഒരു ചെറുപ്പക്കാരൻ പറയുന്നത്, നീ ഒന്ന് വിട്ടുപോ എൻ്റെ പ്രിയപ്പെട്ട കുണ്ട, താനൊന്ന് വിട്ടുപോ, എൻ്റെ മകനെ എനിക്ക് താ എന്ന് വളരെയധികം കരഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇവൻ വിട്ടുകൊടുക്കാൻ തയ്യാറൊന്നുമില്ല. ഇവിടുത്തെ ഒരു വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന കാര്യത്തിൽ ഇവർക്ക് വലിയ വ്യക്തതയൊന്നുമില്ല. പറഞ്ഞ വഴിക്ക് പറഞ്ഞ ഒരു നിമിഷത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നു. 95 പറഞ്ഞത് സഡനായിട്ട് 93 ആകുന്നു. 30 വയസ്സ് പറഞ്ഞത് സഡനായിട്ട് 32 വയസ്സാകുന്നു. ഇങ്ങനെ ഇവർ പറയുന്നതിലുള്ള പല പൊരുത്തക്കേടുകളാണ്. ഒപ്പം തന്നെ ഇതൊരു നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, നല്ല ആരോഗ്യമുള്ള 10-32 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. വലിയ ആരോഗ്യമൊന്നുമില്ലാത്ത 18 വയസ്സുള്ള ആ മറ്റേ ചെറുപ്പക്കാരനെ നല്ല പടപടക്കാരനെന്ന് കേൾക്കുന്നത്, നല്ല എട്ടിൻ്റെ പണി, നല്ല അടിയടിക്കാരനെന്ന് കേൾക്കുന്നത്. ഈ അടുത്ത കാലത്ത് തന്നെ ഏതൊരു ഷെട്ടിയുടെ അടുത്ത്, വേറെ സ്ത്രീയുടെ അടുത്ത് ഇങ്ങനെ അതിഭീകരമായിട്ട് അടി കൊണ്ടിട്ട് അവരെടുത്ത് പോയിരുന്നിട്ട് കരയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഉമ്മയും പറഞ്ഞിരുന്നു, ഉമ്മയെ വിളിച്ച് കരഞ്ഞു ഇവൻ അടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട്. അതായത് അവന് ആഗ്രഹമുണ്ട് ഈ ഒരു ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേറെ ജീവിതമായിട്ട് പോകാൻ.
ഒരു ശരിക്കുള്ളൊരു പെണ്ണുമായിട്ട് ജീവിക്കാൻ ആഗ്രഹം ആഷിക്കുണ്ട്. പക്ഷേ ജാസ് എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എനിക്ക് മനസ്സിലാവാത്തത്, തൻ്റെ മകനെ ഇങ്ങനെ വേറൊരാൾ പിടിച്ചു വച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല, ഉമ്മയ്ക്ക് തിരികെ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ കഴിയില്ലേ? അങ്ങനത്തെ ഒരു സാധ്യത എന്തുകൊണ്ടാണ് അവർ ഉപയോഗപ്പെടുത്താത്തത്? അറിയാൻ പാടില്ലാത്തെന്ന് ചോദിക്കുകയാണ്. ബൈ.